ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ എന്താ പറയുക ഡെൻസൈറ്റാണ് വന്നിട്ടുള്ളത്. ഓൾ കേരള പോയത്. അപ്പോൾ നമ്മുടെ ഏലിയൻ ഫീൽഡിൽ ഇൻക്ലൂഡായി നിൽക്കുന്നൊരു സീക്കുണ്ട്. വലിയ എന്താ പറയുക മാറ്റമൊന്നും ഇല്ലയെന്ന് വിചാരിക്കേണ്ട, ചെറിയൊരു മാറ്റം അതിൽ വന്നിട്ടുണ്ട്. അതിൽ എന്നോസിൻ്റെ ഫ്ലെയിം കിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്തിരാ നമ്മളെ വണ്ടി. ഓക്കെ, ബാക്കിയുള്ളവർക്ക് ആ സൈഡ് തെറ്റീണോ ആവോ? ഇല്ല, കറക്റ്റാ. ദെൻ ഇതാണ് നമ്മുടെ വണ്ടി. നമ്മളെ ഏലിയനിലെ റിസാൻ്റെ വണ്ടിയാണ്. കൊണ്ടെടുക്കുന്നത് വേറൊരുത്തനാണ്. അത് നമുക്ക് വേണ്ടപ്പെട്ട ആൾ തന്നെയാണ്. അപ്പോൾ വണ്ടി ഓൾ അറൗണ്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ബേസ് ചെയ്തിട്ട് വരുന്നത്. ബാക്കിലാണ് എന്നോസിൻ്റെ കിറ്റ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് അതിലേക്ക് വരാം. ഫസ്റ്റ് ടൈം നമുക്കൊന്ന് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ദെൻ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ OG കാർബൺ ഡിപ്പിംഗ് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത്, റാപ്പല്ല. അത് വേറൊരു ഡിസൈൻ എലമെൻറ്റിലാണ് ആ കാർബൺ ഡിപ്പിംഗ് വന്നിട്ടുള്ളത്. ഫോഗൊക്കെ പോലെ വേറൊരു ടൈപ്പ് സംഭവമാണ് അതിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ F3 കിറ്റാണ് FD കിറ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഞാൻ അപ്പോഴും ആ ഓറഞ്ച് സീക്കാണ് ഇപ്പോഴും മൈൻഡിൽ ഇത് കാണുമ്പോൾ. അപ്പോൾ പിന്നെ കാര്യമായിട്ട് ഫ്രണ്ടിലോ സൈഡിലോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നോർമലൊരു മോഡിഫൈ ചെയ്ത സീക്കിലൊക്കെ വരുന്ന സെയിം സംഭവം തന്നെയാണ്. വിനൈൽസ് പിന്നെ ഇതിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്ലാസ് ഒന്ന് ഗ്ലോസി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ മേലെ JDMൻ്റെ ഒരു സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. പിന്നെ അലോയ് വീൽസിൻ്റെ സംഭവത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 15 ഇഞ്ചിൻ്റെ ലോ പ്രൊഫൈൽ ടയറൊക്കെ ചെയ്തിട്ടുണ്ട്. 15 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് വരുന്നത്. അതും മോമോസിൻ്റെ വീൽസാണ് വരുന്നത്. ആഫ്റ്റർ മാർക്കറ്റിൽ വരുന്ന നമ്മളെ GTR ടൈപ്പ് അല്ല, നോർമലൊരു കസ്റ്റം ആൾട്ടേർഡ് വീൽ തന്നെയാണ് ഇതിലും വരുന്നത്. പിന്നെ സൈഡ് സ്കേർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാ വണ്ടിയിലും കസ്റ്റം ചെയ്യുന്ന പോലെയുള്ള ആ ഒരു എക്സ്ട്രാ ലിപ്പ് ഇതിൻ്റെ അടിയിലും ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ കാര്യമായിട്ടൊന്നും പറയാനില്ല. കോബ്രൻ്റെ ലോറിങ് സ്പ്രിങ് ഉപയോഗിച്ചിട്ടാണ് ഇത് ലോവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിലാണ് പിന്നെ കാര്യമായിട്ടുള്ളത്. ബാക്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ഇമ്പോർട്ടഡ് സ്പോയിലർ ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നോസിൻ്റെ കിറ്റ് അവിടെ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് വരാം. പിന്നെ ബാക്ക് ബമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഒരു അഗ്രസീവ് ഫീലാണ് ബാക്കിൽ ബമ്പർ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മളിവിടുത്തെ ബമ്പറിൻ്റെ ഈ ഒരു ചെറിയൊരു പോർഷൻ ഇവിടെ കട്ട് ചെയ്തിട്ട് ആണ് ഈ രണ്ട് സംഭവം ഇവിടെ പിടിപ്പിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ സ്റ്റോക്ക് ബമ്പറാണ്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സ്റ്റോക്ക് ബമ്പറിലാണ് ഇപ്പോൾ ഈ സംഭവം ചെയ്തിട്ടുള്ളത്. അതും ഏലിയൻസിൻ്റെ ഫീൽഡിൽ സാധനം പുറത്തത് നമ്മളാണ് എത്തിച്ചത്. ഏലിയൻ ഫീൽഡിൽ നിന്നാണ് നമ്മൾ വർക്ക് ഫുൾ എടുത്തിട്ടുള്ളത് ഈ വണ്ടിൻ്റെ. പിന്നെ നോട്ട് യുവർ യൂഷ്വൽ സസ്പെക്റ്റ് എന്നുള്ള ഒരു ടെക്സ്റ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എന്താ പറയുക എക്സോസ്റ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. ഏതാണ്ട് 80-85K അബോവ് ഇതിൻ്റെ എന്താ പറയുക എക്സോസ്റ്റിന് റേറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ കാണുന്ന പോലെ അല്ല. പിന്നെ ഇതിൻ്റെ സ്പോയിലറും നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യിപ്പിച്ചതാണ്. അതും അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഹോണ്ടയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോസിൻ്റെ 2 സിലിണ്ടറാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഒന്ന് ചെറുതും ഒന്ന് വലുതും, രണ്ടും ഒരേ പവർ. ഒന്ന് ചെറുതും വലുതും ആയിട്ട് കൊടുത്തതെന്ന് തന്നെ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഇത് വണ്ടിയുടെ ബൂസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട് ഇതിൽ. ഫ്ലെയിം പുറത്തേക്ക് ആ ടൈമിൽ വരും. വിത്ത് എന്താ പറയുക നമുക്ക് ആ സ്പീഡിൻ്റെ ആ ഒരു ടെൻഡൻസി കൂടുന്നുണ്ട്. റേസിനൊക്കെ ഉപയോഗിക്കുന്ന സെയിം സസ്പെക്റ്റിന് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിനൊരു ഇൻ്റർകൂളർ എന്നുള്ള രീതിയിലാണ് ഒരു കൂളിംഗ് സിസ്റ്റം അതിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹോൾസാണ് ആ 3 ഹോൾ നിങ്ങൾ കാണുന്നത്.
പിന്നെ വേറെ കാര്യമായിട്ടൊന്നുമില്ല. വണ്ടിയുടെ ഡിഫറൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇത് ഇന്ത്യാസ് ഫസ്റ്റ് ആണ് കേട്ടോ. ഇന്ത്യാസ് ഫസ്റ്റ് നോസ് ചെയ്തിട്ടുള്ള നോസ് ഗ്യാസ് ചെയ്തിട്ടുള്ള ഇന്ത്യാസ് ഫസ്റ്റ് വണ്ടിയാണ്. വേറെ ആരും ചെയ്തിട്ടില്ല. ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ചെയ്തിട്ടുണ്ടാവുക. ദെൻ കളറ് പിന്നെ നോർമൽ വരുന്ന ഒരു എന്താ പറയുക, നമ്മളെ ഗ്രേയും അല്ല ബ്ലൂ അല്ല, ഇതിൽ രണ്ടിനും നടുക്ക് വരുന്നൊരു കളറാണ്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ബ്രംബോൻ്റെ ബ്രേക്ക് പാഡാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല ഓർമ്മ ഉണ്ട്, ആ ബ്രേക്ക് പാഡ് കിട്ടാൻ നമ്മൾ കുറേ നടന്നിട്ടുണ്ട്. ബ്രംബോൻ്റെ ബ്രേക്ക് സിസ്റ്റമാണ് ഇതിൽ രണ്ടിലും ചെയ്തിട്ടുള്ളത്, ഫ്രണ്ടും ബാക്കും. ബാക്ക് ഡിസ്ക് അല്ലായിരുന്നു, ഞാൻ കഴിഞ്ഞ വീക്കിൻ്റെ റിവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ബാക്ക് ഡിസ്ക് അല്ല, ബാക്ക് ഡിസ്ക് ആക്കിയതാണ് ആഫ്റ്റർ മാർക്കറ്റായിട്ട്. അവിടെ ആരോ വന്നിട്ടുണ്ടല്ലോ. സോ നമുക്കത് മൈൻഡ് ആക്കണ്ട, റിവ്യൂവിലൊക്കെ തന്നെ ശ്രദ്ധിച്ചോടി. ദെൻ അത്രയാണ് ഇപ്പോൾ ഇതിൽ കാര്യമായിട്ട് ചെയ്തിട്ടുള്ളത്. സ്ട്രെയിറ്റ് പൈപ്പ് അടിച്ചിട്ടുണ്ട് വിത്ത് ഹെഡർ. പിന്നെ എയർ ഫിൽറ്റർ ചെയ്തിട്ടുണ്ട്. വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഇത്രയൊക്കെ തന്നെയാണ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എൻജിൻ സൈഡിലോട്ടേക്ക് കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ടെക് എൻജിന് കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ അതിൻ്റേതായിട്ടുള്ള പവറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് സ്റ്റേജ് 2 ട്യൂൺഡാണ് കേട്ടോ. പോപ്സ് ആൻഡ് ബാഗ്സ് ഇല്ല, നോർമൽ ട്യൂണാണ്. അതായത് എൻജിൻ ട്യൂൺഡ് മാത്രമേ ഉള്ളൂ. പോപ്സ് ആൻഡ് ബാഗ്സ് എന്നോസിൻ്റെ കിറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പാടില്ല. പിന്നെ ഇത് പ്രോപ്പറായിട്ട് വർക്കില്ല, ഫ്ലെയിം മാത്രമേ ഔട്ടിലേക്ക് തള്ളുള്ളൂ. നമ്മൾ ഈ എന്നോസിൻ്റെ സാധനം നമ്മൾ ചെയ്യാൻ തന്നെ അത്യാവശ്യം കോസ്റ്റ്ലി എടുത്തിട്ടുണ്ട്. ബിക്കോസ് ഇത് ചെയ്യുമ്പോൾ ആ വണ്ടീൻ്റെ മൂവ്മെൻറ്റിൻ്റെ വ്യത്യാസം കുറേ ഉണ്ട്. അതായത് വണ്ടീൻ്റെ മൂവ്മെൻറ്റിന് നല്ലൊരു പ്രത്യേകത ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു 80 സ്പീഡിൽ പോകുമ്പോൾ നോസ് നമ്മൾ ഇതിൽ ഇഞ്ചെക്റ്റ് ചെയ്യണം എഞ്ചിനിലോട്ടേക്ക്, പെട്രോളിയത്തിൻ്റെ ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ നോസ് എന്താ പറയുക പവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 80 പെട്ടെന്ന് 120 വെച്ചിട്ട് കയറിയാണ്ട് പോകും. അതൊരു വല്ലാത്തൊരു ഫീലാണ്, വണ്ടി പോണതേ നമുക്കറിയുള്ളൂ. പിന്നെ എന്താ പറയുക, പിന്നെ പിടിച്ചാൽ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ടൈം എടുക്കും. ഇത് ഓവർ അങ്ങനെ യൂസ് ആക്കില്ല. പിന്നെ ന്യൂട്രലൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഫ്ലെയിം കാണിക്കാൻ നല്ല യൂസ് ചെയ്യലുണ്ട്. ഇതിൻ്റെ കളറ് ഒരു ബ്ലൂവും റെഡും ഒക്കെ ആയിട്ടുള്ള ഒരു കളറിലാണ് ഇത് വരുന്നത്, പുറത്തേക്ക് ഔട്ട് ചെയ്യുന്നത്. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാൻ കഴിയുമോ നോക്കാം, അല്ലാണ്ട് ഈ വീഡിയോയിൽ ഞാൻ ക്ലിപ്പ് ആഡ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഉറപ്പൊന്നുമില്ല. ദെൻ അതുകൊണ്ടാണ് ഇതിൻ്റെ സ്റ്റേജ് 2 ട്യൂണിൽ ഹാർഡ് കട്ട് വിത്ത് പോപ്കോൺ ചെയ്യാത്തത്. അതായത് പൊട്ടലും ചീറ്റലും ഇല്ല എന്നല്ല, നമ്മൾ ഹെഡർ ചെയ്തതിൽ ഓൾറെഡി ഇതിൽ ഇൻബിൽഡായിട്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ട്യൂണിങ് ചെയ്തതിൽ ഈ സംഭവം ചെയ്തിട്ടില്ല. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അത് ഞാൻ പറഞ്ഞല്ലോ, എന്നോസിൻ്റെ ഇതിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ സ്റ്റേജ് 2 നമ്മൾ ഹാർഡ് കട്ട് വിത്ത് പോപ്കോൺ ചെയ്യാത്തത്. ദെൻ എന്താ പറയുക, ബാക്കി സ്റ്റേജ് 2 എന്താ പറയുക RPM വെച്ച് കയറുന്ന സ്പീഡോ കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് സ്റ്റേജ് 2 ട്യൂണിങ്ങിൽ. പിന്നെ അതുപോലെ പെർഫോമൻസ് സൈഡിൽ തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ കൂടി. പിന്നെ എയർ ഫിൽറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ക്യാനിൻ്റെ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ അപ്ഗ്രേഡേഷൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് റോൾ ഗേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ റിമൂവ് ആക്കിയതാണ്. അത് ബാക്കിൽ റോൾ ഗേജ് വരുമ്പോൾ ബാക്കിൽ പാസഞ്ചേഴ്സിന് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ഇഷ്യൂ റേസ് ചെയ്തുകൊണ്ട് ഒഴിവാക്കിയതാണ് നമ്മൾ, അല്ലാണ്ട് അതുണ്ടാവുകയും. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ഇപ്പോൾ നമ്മൾ എടുത്ത് പറയുന്നുണ്ടെങ്കിൽ എന്നോസിൻ്റെ ആ ഒരു സംഭവം, പിന്നെ അതുപോലെ തന്നെ ഈ സ്പോയിലറും പിന്നെ ബാക്കിൽ ബമ്പർ അഡീഷണൽ ചെയ്തിട്ടുള്ള ആ വർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ സ്റ്റേജ് 2 ട്യൂൺഡും ആണ്. അങ്ങനത്തെ പിന്നെ സംഭവങ്ങൾ തന്നെ ഉള്ളൂ. പിന്നെ കാർബൺ ഡിപ്ഡ് ആണ്, ഒറിജിനൽ കാർബൺ ഡിപ്പിംഗ് ആണ്, റാപ്പല്ല. ദെൻ പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ്, ഇത് വെറും സാധാരണ വണ്ടിയല്ല, ഇത് അത്യാവശ്യം പൈസ മുടക്കിയിട്ട് തന്നെ ചെയ്തതാണ്. ഈ കാണുന്ന ലുക്ക് വൈസ് നോക്കണ്ട, പക്ഷേ വണ്ടി മാരക പെർഫോമൻസാണ് ഫീൽ ചെയ്യുന്നത്. ദെൻ നമുക്ക് ജസ്റ്റ് ഞാനിത് തൊടാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഒക്കെ ഷോർട്ടാണ്. നോക്കൂ ഗൈസ്,
എന്താ പറയുക, ഒരു 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 അഗ്രസീവ് ഫീലാണ്. അതാണ് നോസിൻ്റെ പവറാണത്. സൈഡിലൊന്നും വണ്ടി ഇല്ലാന്ന് വിചാരിക്കുന്നു. വണ്ടി പറക്കും, തൊട്ടാൽ പറക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് റൈഡ് പോയി കാണിച്ചു തരാം. ദെൻ ഗൈസ്, നമ്മൾ ഒരു ക്ലീൻ റോഡിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടുന്ന് എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല. വണ്ടി എന്താ പറയുക, ത്രോട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ 100+ കയറുകയാണ് സ്പീഡ്. അപ്പോൾ നമുക്കൊരു ക്ലീൻ റോഡ് കിട്ടട്ടെ. വളവൊക്കെ വന്ന് കാണുന്ന ഇതിന് ട്രാക്ഷൻ കൺട്രോളിൽ ഓഫാക്കി ഇട്ടേക്കുവാണ് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇത് നോസിൻ്റെ ആ ഒരു ഇത് സെറ്റപ്പ് ഉള്ളത് കൊണ്ടാണ്. നമുക്ക് റോഡ് അസിസ്റ്റ് ഓണാക്കിയിട്ട് ഇതിന് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു അടിച്ച് വരുന്നിട്ടുണ്ട്. റോഡ് അസിസ്റ്റ് വരെ കടന്നിട്ടാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് എന്തായാലും സ്റ്റാർട്ടാക്കി നോക്കാം. പിന്നെ മാക്സിമം സ്പീഡ് എത്രയാന്നുള്ളത്. ടയർ നല്ല ബേണാവും. ഓക്കെ ഗായ്സ്, ഒരു 353 മാക്സിമം. എൻ്റെ പൊന്നെ, എന്താ പോലെ നടന്നെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ ഹൈവേയിലോട്ട് തന്നെ ട്രാക്ഷൻ കൺട്രോൾ ഓഫാക്കി വന്നപ്പോൾ തന്നെ അത്യാവശ്യം RPM കയറുന്നുണ്ട്. എന്താ പറയുക, അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, കുതിരപ്പുറത്ത് കയറിയിരുന്ന ഫീലായിരുന്നു. ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ സ്പീഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് വീടിൻ്റെ അവിടേക്ക് തന്നെ പോവാം. പോയിട്ട് എന്താ പറയുക, വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സോ ഗൈസ്, നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പോൾ ഈ വണ്ടിയുടെ കുറിച്ച് ഇനി നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ബിക്കോസ് ഇത് ട്യൂൺഡാണ്, പക്ഷേ ഇതിൽ എന്താ പറയുക, മറ്റേ ഇത് ചെയ്തിട്ടില്ല, ഏത് പോപ്സ് ആൻഡ് ബാക്സ്. അതുകൊണ്ട് നോസിൻ്റെ ഫ്ലെയിം മാത്രമേ ഇതിൽ കിട്ടുള്ളൂ. അത് ഒരു പ്രശ്നമായിട്ട് റേസ് ചെയ്യേണ്ട, അതൊരു നല്ല പോയിൻ്റാണ്. ഓണർ ചെയ്ത ഗുഡ് തിങ്സ് ആണത്. അത് അല്ലാണ്ടെങ്കിൽ എൻജിന് ലാസ്റ്റ് പണിയൊക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഗൈസ്, എന്താ പറയുക, ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.